സമാധാനപരമായ വിപ്ലവങ്ങളെ അസാധ്യമാക്കുന്നവർ അക്രമാസക്തമായ വിപ്ലവങ്ങളെ അനിവാര്യമാക്കുന്നു. ജോൺ എഫ് കെന്നഡിയുടേതാണ് ഈ വാക്കുകൾ. ഇന്ത്യ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥയെ ഇങ്ങനെയല്ലാതെ എങ്ങനെ വിശേഷിപ്പിക്കും? നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ മറ്റൊന്നും വേണ്ടെന്ന ആവശ്യവുമായി കോക്രോച്ച് ജനതാ പാർട്ടിക്കൊപ്പം ഒരു രാജ്യം മുഴുവൻ നിൽക്കുമ്പോൾ സോനം വാങ്ചുക് എന്ന പോരാളിയെ കൂടി അറിയേണ്ടതല്ലേ? ഡൽഹിയിലെ ജന്തർ മന്ദറിൽ 2026 ജൂൺ 28 മുതൽ ഒരു മനുഷ്യൻ നിരാഹാര സമരം ആരംഭിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആവശ്യവും നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറിലെ ക്രമക്കേടും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയുമാണ്. സോനം വാങ്ചുക് സമരത്തിനിറങ്ങുന്നതും അത് വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്നതും ആദ്യമല്ല. 2025 സെപ്റ്റംബറിൽ ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിയപ്പോൾ നടത്തിയ നിരാഹാര സമരവും ജയിൽവാസവുമൊക്കെ നടന്നിട്ട് അധിക നാളുകളായിട്ടില്ല. 1966 ജമ്മു കാശ്മീരിലെ ലഡാക്കിലെ ലേ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് വാങ്ചുക്കിന്റെ ജനനം. 9 വയസ്സുവരെ ഔപചാരിക വിദ്യാഭ്യാസം ലഭിക്കാതെ വളർന്നു. കാരണം ആ ഗ്രാമത്തിൽ സ്കൂളുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അമ്മ സെറിംഗ് വാങ്മോ ആ പ്രായം വരെ സോനത്തെ മാതൃഭാഷയിൽ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നു. 1975 പിതാവ് സോനം വാങ്യാൽ കോൺഗ്രസ് പാർട്ടിയുടെ മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ശ്രീനഗറിലേക്ക് കുടുംബവും എത്തി. അങ്ങനെ സ്കൂളിലേക്ക് സോനവും എത്തി. പക്ഷേ സ്കൂളിൽ സംസാരിക്കുന്ന ഉറുദു ഭാഷ മനസ്സിലാകാതിരുന്ന സോനത്തെ മണ്ടനായി അധ്യാപകരും വിദ്യാർത്ഥികളും കണ്ടു. പക്ഷേ തോറ്റോടാനുള്ള മനസ്സ് അന്നും സോനത്തിനില്ലായിരുന്നു. മണ്ടനെന്ന് മുദ്രകുത്തിയവൻ പഠിച്ചു. ശ്രീനഗറിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. ഫ്രാൻസിലെ ഗ്രനോബിളിലുള്ള ക്രാറ്റർ സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിൽ മൺപാത്ര വാസ്തുവിദ്യയിൽ 2 വർഷത്തെ ഉന്നത പഠനവും പൂർത്തിയാക്കി. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലെ ജോലിയിലേക്കല്ല പോയത്. 1988 തന്റെ സുഹൃത്തുക്കളോട് ചേർന്ന് സെക്മോൾ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്റ്റുഡന്റ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക് സ്ഥാപിച്ചു. പരമ്പരാഗത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പരാജയപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക അറിവ് നൽകുക എന്നതായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. പിന്നെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തിനും ലോകത്തിനും വിസ്മയമായി. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല ആ മികവ് ലോകം കണ്ടത്. പരിസ്ഥിതി, എഞ്ചിനീയറിംഗ് മേഖലയിലെല്ലാം അത് പ്രകടമായി. ലഡാക്കിലെ കർഷകർ വേനൽക്കാലത്ത് നേരിടുന്ന കുടിവെള്ള പ്രശ്നത്തെ നേരിടാനായി 2013 ഐസ് സ്തൂപം എന്ന ആശയം നടപ്പിലാക്കുന്നത്. തണുപ്പുകാലത്ത് പാഴായി പോകുന്ന വെള്ളത്തെ മഞ്ഞുമലകളുടെ രൂപത്തിൽ ശേഖരിച്ചു വെക്കുകയും അവ വേനൽക്കാലത്ത് ഉരുകുമ്പോൾ കൃഷിക്കായി ഉപയോഗിക്കുകയും ചെയ്യുക എന്നതാണ് ഐസ് സ്തൂപം. ഇത് ലോകമെങ്ങും അംഗീകരിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മാഗ്സസെ അവാർഡ് അടക്കം നിരവധി അംഗീകാരങ്ങളും തേടിയെത്തി. 2025 ടൈം മാഗസിൻ പുറത്തിറക്കിയ ലോകത്തെ സ്വാധീനിച്ച 100 ക്ലൈമറ്റ് ലീഡർമാരുടെ പട്ടികയിലും ഇടം നേടി. ഇതാ ഇപ്പോൾ ഒരു തലമുറയ്ക്ക് വേണ്ടി അയാൾ നിരാഹാര സമരത്തിലാണ്. 2026 ജൂൺ 28 ആരംഭിച്ച നിരാഹാര സമരത്തിനിടയിൽ ശരീരഭാരം 9 കിലോയോളം കുറഞ്ഞപ്പോൾ പോലീസ് ബലപ്രയോഗത്തിലൂടെ അദ്ദേഹത്തെ ജൂലൈ 18 ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിലേക്കും പിന്നീട് മേദാന്ത ആശുപത്രിയിലേക്കും മാറ്റി. ഓരോ കാലത്തും ഓരോ ജനതയുടെ ശബ്ദമായി പുതിയ പുതിയ സമരനായകർ വന്നുകൊണ്ടേയിരിക്കും. തോൽക്കാനോ ജനാധിപത്യ അവകാശങ്ങളെ ഒരു ശക്തിക്ക് മുന്നിലും അടിയറവ് വെക്കാനോ മനസ്സില്ലാത്തത്ര പോരാട്ട വീര്യത്തോടെ. അതിനുള്ള തെളിവാണ് ഡൽഹിയിലെ തെരുവും സോനം വാങ്ചുക്കും.